മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ മലയാളം പരീക്ഷയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് അല്ലെ. നമ്മളെ കഷ്ടകാലത്തിനാണെങ്കിൽ 2 പരീക്ഷയും കൂടെ ഒരു ദിവസമാണ് വരുന്നത്. ലാംഗ്വേജുകളൊക്കെ അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഒരു ദിവസമാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പരീക്ഷ നേരിടേണ്ടത്, അങ്ങനെ കുറെ സൂത്രവിദ്യകളുമായിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മലയാളത്തിന് മാർക്ക് കുറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മളെ മാതൃഭാഷ. എന്നിട്ട് മിക്ക ആളുകൾക്കും A+ഉം ഫുൾ മാർക്കൊന്നും കിട്ടാറില്ല മലയാളത്തിന് പൊതുവെ അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നാണ് ടീച്ചർ ഈ വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. മലയാളം അല്ലെ, ഇതിപ്പോ പഠിച്ചിട്ട് എന്താവാനാണ് അല്ലെ, എങ്ങനെ പോയാലും വായിച്ചൊന്നും നോക്കിയില്ലെങ്കിലും നമ്മൾ തോക്കൊന്നും ഇല്ലല്ലോ അല്ലെ. A+ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും മലയാളത്തിന് തോറ്റ ചരിത്രമൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അല്ലെ. അപ്പൊ ആ ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ എഴുതാം അല്ലെ, ക്ലാസ് മുറിയിൽ നിന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും മലയാളത്തിന് പാസ്സാവും എന്ന് പറയുന്ന ചില ധാരണകളും നമുക്കില്ലേ ഇല്ലേ? സത്യം പറയൂ, ഉണ്ട്. ആ ധാരണകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ 40 മാർക്ക് എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാവുകയാണ് അല്ലെ. മലയാളത്തെ സംബന്ധിച്ച് അത്യാവശ്യം എഴുതാനും വായിക്കാനും കഴിയുന്ന എല്ലാ ആളുകളും ഒന്ന് മനസ്സ് വെച്ചാൽ അല്ലെ, കെമിസ്ട്രിയും മാത്സും ഫിസിക്സും ഒക്കെ പഠിക്കുന്നതിന്റെ അത്രയൊന്നും തലകുത്തിയൊന്നും പഠിക്കാതെ മെനക്കെടാതെ നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന മാർക്കാണ് മലയാളത്തിന്റെ 40 മാർക്ക് എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ട് അത് നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ. നമ്മൾ മലയാളം പഠിക്കുന്നതും മലയാളം പരീക്ഷയെ നേരിടുന്നതിൻ്റെ ഒക്കെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളത്തിന്റെ 40 മാർക്ക് എവിടെയും പോവില്ല, നമ്മളുടെ കയ്യിൽ അത് സുരക്ഷിതമായിട്ട് നിൽക്കും അല്ലെ. അപ്പൊ എന്താണ് ആദ്യത്തെ പ്രശ്നം, എങ്ങനെ എഴുതണം എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട് അല്ലെ. അത് അറിയില്ല പലർക്കും അല്ലെ. ചിലരെന്ത് ചെയ്യും, ഒരുപാട് എഴുതും. 4 മാർക്കിന്റെ അല്ലെ ചോദ്യത്തിനൊക്കെ നമ്മൾ ചിലപ്പോൾ 1.5 പേജൊക്കെ നമ്മൾ ഉത്തരം എഴുതി വെക്കും അല്ലെ. അതേപോലെ essay 6 മാർക്കിൻ്റെത് നമ്മൾ 1/2 പേജും എഴുതി വെക്കും അല്ലെ. ചിലർ ഒരുപാട് എഴുതും, മറ്റു ചിലർ എന്ത് ചെയ്യില്ല, ആവശ്യത്തിന് പോലും എഴുതില്ല. ഇതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തെ പ്രശ്നം എന്താണ്, സമയത്തിനനുസരിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതാൻ അറിയില്ല അല്ലെ. അപ്പൊ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ എന്താണ്, നമ്മൾ നിരന്തരം കേൾക്കുന്ന മലയാളത്തിന്റെ മറ്റൊരു പരാതിയാണ് സമയമില്ല. എങ്ങനെ സമയം ഉണ്ടാവുക, നമ്മൾ മാർക്കിനനുസരിച്ച് സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, എഴുതി തീർക്കണം അല്ലെ. പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ്, പരീക്ഷയിൽ നല്ല സ്കോർ നേടാനാവും അല്ലെ. അപ്പൊ ഈ 15 മിനിറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏത് ചോദ്യമാണ് എഴുതേണ്ടത്, ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എസ്സേയിൽ ഏതാ ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ എഴുതണം, ഏതൊക്കെ പോയിന്റ് എഴുതണം, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നൊക്കെ നമ്മൾ വായിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സമയം ഏതാണ്, ആദ്യത്തെ 15 മിനിറ്റ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് ഓരോന്നും കൃത്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ അല്ലെ, essay ഒക്കെ ആണെങ്കിൽ കൂടിപ്പോയാൽ ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ essayക്ക് വേണ്ടി മാറ്റി വെക്കാവൂ അല്ലെ. അല്ലാതെ 3/4 മണിക്കൂറൊക്കെ essayക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എഴുതാൻ പറ്റുമോ നമുക്ക്? അതുമല്ല 6 അല്ലെ 12 മാർക്കിനാണ് നമ്മൾ essayക്കുള്ള ചോദ്യം നമ്മൾ എഴുതേണ്ടത്. അതേ സ്ഥാനത്ത് ഷോർട്ട് എസ്സേസ് ചിലപ്പോൾ 4 മാർക്കിൻ്റെത് 5 എണ്ണം ചോദിച്ചേക്കാം അല്ലെ. അപ്പൊ എത്ര മാർക്കായി, 20 മാർക്കായി. അതേപോലെ തന്നെ ചിലപ്പോൾ എന്താണ് 4 എണ്ണം ചോദിച്ചേക്കാം അല്ലെ. അപ്പൊ 16 മാർക്കായി. എന്തായാലും അല്ലെ, വലിയ എസ്സേനേക്കാളും കൂടുതൽ മാർക്ക് എവിടെ നമുക്ക് കിട്ടും, ഷോർട്ട് എസ്സേയിൽ കിട്ടും അല്ലെ. പക്ഷെ പലപ്പോഴും മക്കൾ എന്താ ചെയ്യുക, ഈ എസ്സേക്ക് വേണ്ടി നമ്മൾ സമയം കളയും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് സമയത്തിനനുസരിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തരം എഴുതണം അല്ലെ. ഇനി എത്ര എഴുതണം എന്നുള്ളതാണ് അടുത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. 2 മാർക്കിന് എത്ര എഴുതണം, 4 മാർക്കിന് എത്ര എഴുതണം, 6 മാർക്കിന് എത്ര എഴുതണം, ഇതാണ് വലിയൊരു പ്രശ്നം അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഇതോടുകൂടെ നമ്മൾ പഠിച്ച് നമ്മൾ സെറ്റ് ആക്കുകയാണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് 2 പോയിന്റ്, അതിന് 2 പേജൊന്നും എഴുതി നമ്മൾ സമയം കളയരുത്, നമുക്ക് സമയമില്ല കേട്ടോ. അപ്പൊ 2 മാർക്കിന് 2 പോയിന്റ് എഴുതിക്കൊള്ളാം. ഇനി 4 മാർക്കിനോ, 4 മാർക്കിനാണെങ്കിൽ നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലെ. അതിന് എഴുതിയത് ആരാണ്, കൃതി ഏതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ചോദ്യം ഏതാണോ അതിനൊരു ആമുഖമൊക്കെ നമ്മൾ കൊടുക്കണം അല്ലെ. പിന്നെന്താണ്, അരപ്പുറത്തിലാണ് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ഒരു പേജിന്റെ പകുതിയോളം എന്ത് ചെയ്യണം, 4 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കണം. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ എഴുതുകയും വേണം. 6 മാർക്കിനാണെങ്കിലോ, അത് 6 മാർക്കിന് ചിലപ്പോൾ എന്തൊക്കെ ചോദിക്കാം, മുഖപ്രസംഗം ചോദിക്കാം, ആസ്വാദനക്കുറിപ്പ് ചോദിക്കാം, കഥാപാത്ര സവിശേഷത ചോദിക്കാം, ഉപന്യാസം ചോദിക്കാം. ഇതൊക്കെ 6 മാർക്കിനാണ് ചോദിക്കുക അല്ലെ. അപ്പൊ എങ്ങനെ എഴുതണം നമ്മൾ, അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം അല്ലെ. ഇപ്പൊ ഈ ചോദ്യരൂപങ്ങളിലുള്ള ഘടന ഉണ്ടാവണം. ഇപ്പൊ ഉപന്യാസമാണെങ്കിൽ അതിന്റെ ഘടന ഉണ്ടാവണം അല്ലെ. അങ്ങനെ എല്ലാം കൂടി ഒരു പുറത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
ചെയ്യേണ്ടത്? 6 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അത് 2 പുറത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എസ്സേ എഴുതാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ 6 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ എല്ലാ ഉത്തരങ്ങളും എന്ത് ചെയ്യണം? ഈ ഒരു പുറത്തല്ലേ, ചിലപ്പോൾ ഒരു പുറം കവിഞ്ഞാലും എന്ത് ചെയ്യരുത്, നമ്മൾ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തണം. വലിയ അക്ഷരത്തിലൊക്കെ എഴുതിയിട്ട് ഒരു പേജ് തികയ്ക്കണം എന്നല്ല ടീച്ചർ ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേജിന്റെ ഉള്ളിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ സമയത്തിന് അല്ലെ, മാർക്കിനനുസരിച്ച് സമയത്തിന്റെ ഉള്ളിൽ അല്ലെ ഉത്തരം എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 മാർക്കും ഈസി ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇനി വേണ്ടത് എന്താണ്? എങ്ങനെ എഴുതണം, ഏതൊക്കെ രീതിയിൽ എഴുതണം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഓരോ പാഠഭാഗങ്ങളും അല്ലെ, എന്താണ് പാഠഭാഗം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരിക, അതൊക്കെയാണ് ഇനി പഠിക്കേണ്ടതല്ലേ. അപ്പോൾ എന്താണ്? സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, ടീച്ചർ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ മെഗാ മാരത്തോൺ ലൈവുമായിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? വൈകുന്നേരം അല്ലെ 7:30 നമ്മുടെ ലൈവിൽ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? മക്കളെല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, എന്തൊക്കെയാണ് വരിക, ഏതൊക്കെ രീതിയിൽ വരും എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് ലൈവിൽ നമുക്ക് സെറ്റാക്കി നമുക്ക് പഠിക്കാം. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചല്ലേ നമുക്കൊരു അടിപൊളിയായിട്ടില്ല എല്ലാ ആളുകൾക്കും, ലൈവ് കണ്ടുപോകുന്ന എല്ലാ ആളുകൾക്കും 40 മാർക്ക് കിട്ടും എന്നുള്ള ഉറപ്പോട് കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം.